ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇൻഡസ്ട്രി? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കോഴ്സ് ആണെന്നതിൽ കൂടുതൽ എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട്, ഇതിനെക്കുറിച്ച് നോളജ് ഉള്ള ആളുകളോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം അതിൽ നിങ്ങൾ തൃപ്തരാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് ഒരു പ്രക്രിയയാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വാക്കിലോ രണ്ട് വാക്കിലോ ആ ജോലിയെക്കുറിച്ച് പറഞ്ഞ് ഒതുക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു പ്രോസസ്സാണ്, അത്രയും വലിയൊരു പ്രക്രിയയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻ ഓർ ബുക്ക് ഓർ മൊബൈൽ ഫോൺ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, എന്തുമായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തുമായിക്കോട്ടെ, ആ എല്ലാ പ്രോഡക്ട്സുകളും നിങ്ങൾ സപ്ലയർ, മാനുഫാക്ചറർ, കസ്റ്റമർ, ഈ ഒരു ചെയിൻ ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലത് ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി. ഈ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ്, ഈ മൊബൈൽ ഫോൺസ് മാനുഫാക്ചർ ചെയ്ത ഒരു മാനുഫാക്ചറർ, ആ മാനുഫാക്ചറർ ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി, ഈ മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റോ മെറ്റീരിയൽസ് പല സൈഡിൽ നിന്ന്, നമ്മളുടെ വേൾഡിലെ പല സൈഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത്, ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് അത് അദ്ദേഹത്തിൻ്റെ ഫേമിൽ എത്തിച്ച് പ്രൊഡക്ഷൻ നടത്തി ആ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തി നിങ്ങളിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു. എത്ര സിമ്പിൾ അല്ലേ? ഈ ഒരു വലിയ പ്രോസസ്സ്, ഈ ഒരു വലിയ പ്രക്രിയയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രക്രിയയെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾക്ക് എങ്ങനെ ഒരു ചെറിയ വേർഡിൽ ഒതുക്കാൻ പറ്റും? ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ജോലിയെ, ഈ ഒരു ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് നമുക്കൊരു ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. സോ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആൻഡ് വൈഡ് ഏരിയ ആണ്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം, ഇതൊരു പ്രക്രിയയാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലികൾ ഒരുപാടാണ്, മൾട്ടി ഫസറ്റേറ്റഡ് ആയിട്ടാണ്. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് അല്ല, ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ലോജിസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെയിൻ കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. സോ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റ്സ് എന്തും ആയിക്കോട്ടെ, ഈ ഒരു ചെയിൻ ക്രോസ് ചെയ്യാതെ അത് എത്തുന്നില്ല. സോ ഈ ഒരു ചെയിനിൽ ഞാൻ പറഞ്ഞ 3 എലമെൻറ്റ്സ് അല്ലേ, ഈ ഒരു സപ്ലയർ, മാനുഫാക്ചറർ, കസ്റ്റമർ, ഈ 3 ചെയിൻ, ഈ മെമ്പേഴ്സ് അല്ലേ, ഈ 3 മെമ്പേഴ്സ് മാത്രം ഉണ്ടായാൽ ഈ ഒരു പ്രോസസ്സ് കഴിയില്ല, ഈ ഒരു പ്രക്രിയ കഴിയില്ല. സപ്ലയർ, മാനുഫാക്ചറർ, കസ്റ്റമർ. സപ്ലയറുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് മാനുഫാക്ചറിലേക്ക് എത്തിയത്? എങ്ങനെയാണ് മൊബൈൽ മാനുഫാക്ചററായ എനിക്ക് സപ്ലയറുടെ കയ്യിൽ നിന്നും റോ മെറ്റീരിയൽസ് കിട്ടിയത്? ഞാൻ ഓർഡർ പ്രോസസ്സ് ചെയ്തു, പർച്ചേസ് ചെയ്തു, ആ സാധനം ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേമിലെത്തി. ആ മെറ്റീരിയൽസ് ഞാൻ വെയർഹൗസിൽ സൂക്ഷിച്ചു, പ്രൊഡക്ഷൻ നടത്തി, പ്രോഡക്റ്റായി, പാക്ക് ചെയ്തു, ലേബൽ ചെയ്തു, ആ ഗുഡ്സിനെ ഞാൻ ഡെലിവർ ചെയ്തു. ഇത്രയും പ്രോസസ്സ് ആൻഡ് ഞാൻ മൊബൈൽ മാനുഫാക്ചർ ചെയ്ത ഈ മൊബൈൽ ഫോൺസ് എങ്ങനെയാണ് എൻ്റെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത്? കസ്റ്റമേഴ്സ് ഇതേപോലെ പർച്ചേസ് ചെയ്യുന്നു, അവർ ട്രാൻസ്പോർട്ടേഷൻ വഴി സാധനങ്ങൾ അവിടെ എത്തുന്നു, ലേബൽ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, ഡോക്യുമെൻറ്റേഷൻസുകൾ ചെയ്യുന്നു, ഇൻഫർമേഷൻ ഫ്ലോ, ഇങ്ങനെയുള്ളൊരു വലിയ പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണോ? എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു പ്രോസസ്സാണ്. ഒരു പ്രോഡക്റ്റ്, ഒരു മെറ്റീരിയൽ അതിൻ്റെ പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്ന് അതിൻ്റെ പോയിൻ്റ് ഓഫ് കൺസംഷൻ വരെ എത്തുന്ന കംപ്ലീറ്റ് പ്രോസസ്സ്. അതിൻ്റെ ഒറിജിൻ തൊട്ട് കൺസംഷൻ വരെ, അത് യൂസ് ചെയ്യുന്ന വരെയുള്ള കംപ്ലീറ്റ് ആ ചെയിനിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇതിലെ ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇനി എന്താണ് നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇൻഡസ്ട്രിയിലെ എക്സിസ്റ്റൻസ്. ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ ചെയ്യുമോ? എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ആ ഒരു എക്സിസ്റ്റൻസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലേ? സോ ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയുടെ എക്സിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് അറിയാമോ? നമ്മളുടെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ
ഫോറിനേഴ്സ് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത്. ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ മണിയുടെ ഒഴുക്കാണ് ഇങ്ങോട്ട് ഉണ്ടാവുന്നത്. യൂറോ, റിങ്കിറ്റ്, ദിർഹം, പൗണ്ട്, US ഡോളേഴ്സ്, ഇതിൻ്റെ ഒഴുക്ക് ഇങ്ങോട്ട് ഉണ്ടാവുമ്പോൾ നമ്മളെ രാജ്യത്തിന് അത് വളരെ ഒരു അഡ്വാൻറ്റേജാണ്, നമ്മളെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് ആണത്. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉള്ളിടത്തോളം കാലം, ഇൻ്റർനാഷണൽ ട്രേഡ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഈ ഇൻഡസ്ട്രി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് നിന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. സോ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോകുന്ന നിങ്ങൾക്ക് ദിസ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. ബിക്കോസ് എക്സിസ്റ്റൻസ്, ഈ ഒരു ഇൻഡസ്ട്രിയുടെ എക്സിസ്റ്റൻസ് ആണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങൾ ഈ കോഴ്സ് എനിക്ക് ചെയ്യാമോ, ഈ കോഴ്സ് ചെയ്താൽ എനിക്ക് എത്രത്തോളം സാധ്യതകളുണ്ട് എന്നാണ് സംശയമെങ്കിൽ, ഇത്രയും അവസരങ്ങൾ നിലനിൽക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസങ്ങളുമില്ല. ഈ ജോലി, ഇത്രയും അവസരങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്യാനാണ് ആളുകളെ ആവശ്യം. സോ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസങ്ങളുമില്ല. പണ്ടായിരുന്നെങ്കിൽ ലോജിസ്റ്റിക്സ് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്, മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആണെന്നുള്ളൊരു ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ധാരണകളും ഇല്ല. ഇന്നത്തെ സിറ്റുവേഷൻസിൽ ഇത്രയും അവസരങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആർക്ക് വേണമെങ്കിലും സ്റ്റെപ്പ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും, നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങളൊരു ജെൻഡാണ്, അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻസോ ഒരു ജെൻഡർ ബയാസസോ ഈ ഒരു കോഴ്സിൽ വരുന്നില്ല. സോ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ സ്റ്റെപ്പ് ചെയ്യാം. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ അറിഞ്ഞ് ഈ കോഴ്സ് എവിടെ ചെയ്യുമെന്നുള്ള അന്വേഷണത്തിനാണെങ്കിൽ നിങ്ങൾ SLBSൽ നമ്മൾ ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോഴ്സുകളുടെയും പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് തന്നെയാണ്. ഒരു കുട്ടി ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട എല്ലാ നോളജും എല്ലാ സ്കിൽസും നമ്മൾ ഈ ഒരു സിലബസിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് തന്നെയാണ്, സിലബസും സബ്ജക്ട്സുകളുമാണ്. സോ ഒരു കുട്ടി പഠിച്ചിറങ്ങി ഇൻഡസ്ട്രിയിലേക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രി ബേസ്ഡ് സബ്ജക്ട്സുകളാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സിലബസും സബ്ജക്റ്റും പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ മോർ ദാൻ തിയറി പ്രാക്ടിക്കൽ സെഷൻസിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡസ്ട്രി നമ്മൾ ഒരുപാട് തിയറി പഠിച്ചിറങ്ങിയാൽ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സോ നമ്മളിവിടെ തിയറിയുടെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകൾ. നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. സോ നമ്മൾ തിയറി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ തിയറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. സോ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ദ പ്രാക്ടിക്കൽ സെഷൻ. ഡിപ്ലോമ, PG ഡിപ്ലോമ സിലബസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള നോളജാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരേണ്ടത്. നമ്മളുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് തന്നെയാണ്. സിലബസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കുട്ടി ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യേണ്ട എല്ലാ പ്രാക്ടിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്ട്സുകളും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾക്ക് ബേസ് പേപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും. എന്താണ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി, എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. ഇതുപോലെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയ വേറൊരു ഏരിയ ആണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം പർച്ചേസ് എന്നുള്ള ഒരു എലമെൻറ്റ് ഇല്ലാതെ പ്രൊഡക്ഷനോ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഇൻ്റർനാഷണൽ ട്രേഡോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പർച്ചേസ് എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ ഏരിയാസ്, ആപ്ലിക്കേഷൻസ് എല്ലാം പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പർച്ചേസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ്. ഈ പേപ്പറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുന്നത്,
ആൻഡ് പർച്ചേസ് ഓർഡർ പ്രിപ്പറേഷൻ ആണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ, ലോജിസ്റ്റിക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൽ ചെയ്യാൻ പറ്റും. പർച്ചേസ് എക്സിക്യൂട്ടീവായിട്ട്, പർച്ചേസ് മാനേജറായിട്ട് ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയ ആണ് വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ ബൈയിങ് ആപ്പുകൾ ഉള്ളതുകൊണ്ട് വെയർഹൗസ് ഇൻഡസ്ട്രിക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വെയർഹൗസ് മാനേജറായിട്ട്, വെയർഹൗസ് എക്സിക്യൂട്ടീവായിട്ട്, വെയർഹൗസ് അസോസിയേറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്ന ഇൻവെൻട്രി, ഗുഡ്സിൻ്റെ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി എക്സിക്യൂട്ടീവ്, ഇൻവെൻട്രി മാനേജർ എന്നുള്ള റോളിലൊക്കെ നിങ്ങൾക്കൊരു കരിയറാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയർഹൗസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പർ. ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് മേജർ സീപോർട്ടുകൾ, മേജർ എയർപോർട്ടുകൾ, കണ്ടെയ്നേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകൾ, ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു പേപ്പറാണ് കണ്ടെയ്നറൈസേഷൻ ആൻഡ് അലൈഡ് ബിസിനസ് ആക്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് ബിസിനസ് റെഗുലേഷൻസ്, എന്താണ് ബിസിനസ് ലോ എന്താണെന്ന് അറിയാൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സുകളും നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ദാൻ എനിത്തിങ്, what is export, what is import, how to export, how to import, and what is export and import management. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് തന്നെയാണ് SLBSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സിലബസ്. പ്രാക്ടിക്കൽസിന് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള സിലബസ്. ലോജിസ്റ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടിക്കൽ സെഷൻസിനാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് നമ്മളിവിടെ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഐസ്കേറ്റിന് സിമിലർ ആയിട്ടുള്ള ഫോക്കസ് എന്നുള്ള സൈറ്റാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ സീ കാർഗോയും എയർ കാർഗോയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള തിയറി ക്ലാസ്സസുകളും പ്രാക്ടിക്കൽ ക്ലാസ്സസുകളും ഇത് നിങ്ങളെക്കൊണ്ട് പ്രാക്ടിക്കലി ചെയ്യുന്നുമുണ്ട്. ഇതാണ് ലോജിസ്റ്റിക് കോഴ്സിൻ്റെ വളരെ വലിയൊരു ആഡ് ഓൺ കോഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ വേൾഡ് മൊത്തം ഡിജിറ്റലൈസ്ഡ് ആണ്, എല്ലാം കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയി മാറിയിട്ടുണ്ട്. സോ കമ്പ്യൂട്ടർ IT-യിലെ നോളജ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോളജ് ഓൺ ദ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാ ഇൻ്റർവ്യൂവേഴ്സും ചോദിക്കുന്ന, ജോലിക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ MS ഓഫീസിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ആഡ് ഓൺ സർട്ടിഫിക്കറ്റും ആഡ് ഓൺ ട്രെയിനിങ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ എല്ലാ ഏരിയാസും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എങ്ങനെ ഡാറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നാളെ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ കയറിയിട്ട് അവർ പെട്ടെന്ന് കുറച്ച് ഡാറ്റ ചോദിക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ട്രേഡ് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ മാസത്തെ പർച്ചേസ് എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ഈ ഡാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ഡാറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എങ്ങനെ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാം, ഇതിൻ്റെ കംപ്ലീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസുകളാണ് MS ഓഫീസിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് വേറൊരു ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ദാൻ ദാറ്റ്, ലോജിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഡേഞ്ചറസ് ഗുഡ്സ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് കാർഗോസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ജനറൽ കാർഗോസ്, ലിക്വിഡ് കാർഗോസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡേഞ്ചറസ് ഗുഡ്സുകൾ. സോ ഈ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ഹാൻഡ്ലിങ്ങും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും ഐഡൻറ്റിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് സെഷനാണ് ഡേഞ്ചറസ് കാർഗോ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെഷൻ. സോ ഇതൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആഡ് ഓൺ പ്രോഗ്രാമാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് ആ കുട്ടിയെ നമ്മൾ മോൾഡ് ചെയ്ത് ഇറക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പ്ലേസ്മെൻറ്റിലേക്ക് വേണ്ടി ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്ന സെഷനാണ് ECP സെഷൻ, എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. ഒരു സ്റ്റുഡൻ്റായി വന്ന കുട്ടിയെ എംപ്ലോയി ആക്കാൻ എടുക്കുന്ന ഒരു സ്റ്റേജ്.
ആ ഒരു പ്രോഗ്രാമാണ് എംപ്ലോയി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം. നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ പ്രൊഫഷണലിസം, നിങ്ങളുടെ ഫോർമൽസ്, നിങ്ങളുടെ CV പ്രിപ്പറേഷൻസ്, അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്സുകളും ഈ ഒരു ECP സെഷൻസിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇതൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കൂടിയാണ്. സോ ഇങ്ങനെ ഒരുപാട് ആഡ് ഓൺസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കമ്പനീസിൽ നിങ്ങൾ ഈ പഠിച്ചതെല്ലാം അപ്ലൈ ചെയ്യാൻ ഇൻറ്റേൺഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കോഴ്സിൻ്റെ സമയത്ത് തന്നെ റിയൽ വേൾഡ് എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ആഡ് ഓണുകളും ഇത്രയും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ലോജിസ്റ്റിക് സെഷൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ഇതെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ലോജിസ്റ്റിക് ഇൻഡസ്ട്രി ഉണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് SLBS ലോജിസ്റ്റിക്സിൽ ഡിപ്ലോമയും PG ഡിപ്ലോമയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ചോയ്സ്.